ഭരണത്തുടർച്ച ലക്ഷ്യമിടുന്ന LDFും ഭരണം പിടിക്കാൻ ഒരുങ്ങുന്ന UDFും തമ്മിലുള്ള പോരാട്ടത്തിനിടയിൽ ഇത്തവണ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് BJPയുടെ പ്രകടനമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വൻ മുന്നേറ്റവും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതവും BJPക്ക് നൽകുന്ന പ്രതീക്ഷകൾ ചെറുതല്ല. BJPക്ക് വോട്ട് ചെയ്താൽ വിജയിക്കുമോ എന്ന മലയാളിയുടെ സംശയം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സുരേഷ് ഗോപിയുടെ വിജയവും തിരുവനന്തപുരം കോർപ്പറേഷനിലെ അട്ടിമറി ജയവും കൂടാതെ പാലക്കാട് നഗരസഭയിലെ ഭരണ തുടർച്ചയോടും കൂടി മാറിക്കിട്ടിയിട്ടുണ്ട്. ഇവയെല്ലാം തന്നെ BJPയെ കേരള രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയാക്കി മാറ്റിയിരിക്കുന്നു. കേന്ദ്ര നേതൃത്വത്തിന്റെ ശക്തമായ ഇടപെടലും രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള വികസിത കേരളം എന്ന ബ്രാൻഡിങ്ങിൽ കൃത്യമായി നടത്തുന്ന പ്രചരണവും പ്രവർത്തനവും കൊണ്ട് നിലവിലെ സ്ഥിതിയിൽ BJPക്ക് 10 മുതൽ 15 വരെയുള്ള സീറ്റുകളിലെങ്കിലും വിജയം ഉറപ്പാക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. കൂടാതെ ഈ വരുന്ന ഇലക്ഷനിൽ കേരളത്തിൽ 25% വോട്ടുകൾ നേടണമെന്നതും BJPയുടെ സുപ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. BJP കേന്ദ്ര നേതൃത്വം കേരളത്തിൽ പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത് 30ഓളം വരുന്ന നിയമസഭാ മണ്ഡലങ്ങളാണ്. ഇവയെ പൊതുവെ A ക്ലാസ് മണ്ഡലങ്ങൾ എന്നാണ് പാർട്ടി വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 2026-ൽ BJP വിജയസാധ്യത കൽപ്പിക്കുന്ന 30ഓളം വരുന്ന A ക്ലാസ് മണ്ഡലങ്ങളും അവിടുത്തെ കരുത്തരായ സ്ഥാനാർത്ഥികളെയും കുറിച്ചാണ്.